അപ്പം ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പാലാരിവട്ടം വരെ ഒന്ന് പോയിട്ട് വരാൻ. ഞങ്ങൾക്ക് നാളെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് നോക്കാനായിട്ടാണ് പോണത്. അവർ സമ്മതിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു വീഡിയോയും കൂടി ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. അതെ, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ ഉടുക്കണല്ലേ പല സൈസിലുണ്ട് കേട്ടോ. അതാ ഈ ചെറുത് തൊട്ടതാ വലുത് വരെ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല ബ്ലാക്ക് കൃഷ്ണന്റെ ഒരുപാട് നല്ല അടിപൊളി കുഞ്ഞി കൃഷ്ണന്റെ നോക്കിയേ. ഹലോല്ലേ ഇതിവിടെ പേരുണ്ടെന്ന് തോന്നണം. 2350 രൂപയുണ്ട്. കമ്മലൊക്കെ ഉണ്ട്, ജിമിക്കി ഉണ്ട്. ഇതേ നോക്കിയേ, കണ്ണുണ്ട് ഇളകണ എന്താ കണ്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്രയാണ് കേട്ടോ കളക്ഷൻ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. അത്രയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതേ നോക്കിയേ, തിരുപ്പതി ബാലാജി. ഇതാണ് തിരുപ്പതി ബാലാജി. ഇത് ഇത്രയും അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള ഒരു വിഗ്രഹമാണ് കേട്ടോ. ഇത് അധികം കമ്മത്തുമാരാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് പോവാറ്. ഇപ്പം ഇവിടെ ഉള്ളത് 3 വിഗ്രഹമാണ് കേട്ടോ തിരുപ്പതി ബാലാജിയുടെ ഇരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കൊക്കെ ഇതിന്റെ വലുതില്ല. ഇതാണ് ഏറ്റവും വലുത്, ഏറ്റവും വലിയ വിഗ്രഹം. തിരുപ്പതി ബാലാജിയുടെ കേരളത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വലിയ വിഗ്രഹമാണ് കേട്ടോ ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. വിഷ്ണുമായയുടെ വിഗ്രഹമാണ് കേട്ടോ ഇത്. ഒത്തിരി പേര് ചോദിച്ചു വരുന്ന ഒരു വിഗ്രഹമാണ് കേട്ടോ ഇത്, വിഷ്ണുമായയുടെ. അപ്പൊ ഇതൊന്നും അഴിച്ചു കാണിച്ചു തരാം വിജീഷ. എന്തോ പറഞ്ഞല്ല, മാഹി എന്തോ പറഞ്ഞല്ല. ഇതെന്താണ്? ഇനാമൽ സ്റ്റോൺസ്. പോകുകയില്ലല്ലേ? ഇനാമൽ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇവര് ചെയ്തിരിക്കുന്നത്. എന്ത് രസാലേ, ഓരോന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കണത്. ഈ സ്റ്റോണൊന്നും പോകുമൊന്നുമില്ല കേട്ടോ. എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. ഇതൊക്കെ ഒരു വീടുകളിലോട്ട് പോകുന്ന വീടുകളിൽ വെക്കോ? വീടുകളിലേക്കൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഇവര് പറയണത്. എന്തായാലും സംഗതി അടിപൊളിയായിട്ട്. ആ വള നോക്കി, നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ തന്നെ കൃഷ്ണനും വരുന്നുണ്ട്, പിന്നെ ഗണപതി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ സ്റ്റോൺ വർക്കിൽ തന്നെ. ഇതിന്റെ ചെറുതുണ്ട് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഇല്ല. ഈ ഒരു സൈസിലെ സ്റ്റോൺ വർക്ക്. ഇവിടെ നോക്കി എന്തോരം കളക്ഷൻസ് ആണ്. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നോക്കിയെടുക്കാം കേട്ടോ. നോക്കി നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ വോൾ അല്ല ചെയ്തിട്ട് വോൾ പെയിന്റിങ്സ് അതിനേക്കാളൊക്കെ ബെറ്റർ എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ചെറുതാണ്, പക്ഷെ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സംഭവത്തിനൊക്കെ. ഇത് 795 റുപ്പീസാണ് കേട്ടോ. നരസിംഹമാണ് കേട്ടോ ഇത് ആണെന്നാണ് തോന്നണത് അല്ലേ. ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ആട്ടോ, നമ്മൾ ഉദ്ദേശിക്കണ പോലെ അല്ല കേട്ടോ. ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ ഇതിന്. ഇവിടെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. തിരുപ്പതി ഭഗവാന്റെ ആണ് കേട്ടോ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അല്ല മഹി, സൂപ്പർ ഫൈൻ അങ്ങനെ ഉണ്ടോ പറയണ. അതായത് ഇതിന്റെ ഈ ഡീറ്റെയിലിംഗ് ഇല്ലേ, കണ്ണ്, മൂക്ക്, ഈ ഇതിന്റെ ആഭരണങ്ങളുടെ ഫിനിഷിങ്, അതൊക്കെ ഇത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് സാധാരണ വരാറില്ല. ആണല്ലേ, ശരിക്കും അതെ. കണ്ടു കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. മൂക്കും ചുണ്ടും കണ്ണും അല്ലേ, ഇവിടത്തുള്ള വർക്കും ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ. ഇത് കണ്ട ദശാവതാരമാണ് കേട്ടോ. അത് നോക്കി, ഇതിന്റെ വെയിറ്റ് എത്രയാണെന്നറിയോ? 5 കിലോയാണ് കേട്ടോ. നമുക്കിത് വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിന്റെ അടുത്തുനിന്ന് ആരും പോകുകയില്ല. വരുന്നവരൊക്കെ ഇത് എവിടെന്നാ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അടിപൊളിയല്ലേ. ഇതും ഇവിടെ ഉള്ളതെല്ലാം ഫിനിഷിങ് ആണ്. ഞാൻ എടുത്ത് പറയേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അപ്പോൾ അധികം എനിക്ക് തൂക്കി പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. ഇത് മഹിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇനി ആ 2 പഞ്ചലോഹം വിഗ്രഹം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരെണ്ണം കൃഷ്ണനും ഒരെണ്ണം ഗണപതി.
എന്ത് രസാന്നറിയോ ഇത് കാണാനായിട്ട്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതിന്റെ റേറ്റ് ഏകദേശം 4-5 ആ ഒരു റേറ്റിനാണ് കേട്ടോ വരുന്നത്. ഇതെന്താ പറയാ, വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി. ഇതിന്റെ മുഖത്തുനിന്ന് ഇങ്ങനെ കണ്ണന്റെ മുഖത്തുനിന്ന് ഇങ്ങനെ കണ്ണെടുക്കാൻ പറ്റണില്ല കേട്ടോ. ഇത്രയും ഭംഗിയുള്ള കണ്ണനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കൊടുത്താൽ മതി, സൂപ്പർ ആയിരിക്കും. അതുപോലെ നമുക്ക് കണിയൊക്കെ വെക്കാണ്ടല്ലോ, ഇത് വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാവരും ചോദിക്കും. ഇത്രയും ഭംഗി. ഗണപതി, അതെ ഗണപതി ഭയങ്കര ഡീറ്റെയിലിംഗ്. അത് നോക്കിയേ, ആ കണ്ണൊക്കെ നോക്കിയേ, ഇത്രയും ഡീപ്പായിട്ട് കാണുന്നുണ്ടോ. ഭയങ്കര രസമാണ് ഗണപതിയുടെ വയറൊക്കെ. സാധാരണ ബാക്കിലും അത്ര ഡീറ്റെയിൽസ് ഒന്നും വരാത്തത് ആ ഡീറ്റെയിലിംഗ് ഒക്കെ. ഇതിപ്പോൾ എന്താ പറയുക, എല്ലാം നല്ല ഫിനിഷ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, എനിക്ക് കയ്യിൽ നിന്ന് വെക്കാൻ തോന്നണില്ല കേട്ടോ. എൻ്റെ കൂടെ പോരുന്നോ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇനി ചെറിയ ചെറിയ ഐറ്റംസ് കാണിച്ചു തരാം, കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ കേട്ടോ. അപ്പം ഇത് ഭയങ്കര ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആവശ്യത്തിന്. നമുക്കിത് ഡാഷ്ബോർഡിലും ഷോക്കേസിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഇതിൻ്റെ പ്രൈസ് 695 ആണ്. ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് നോക്കിയേ. ഇത് എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ്, ചെറുതെന്നില്ല വലുതെന്നില്ല. പിന്നെ അതാ ഈ ഒരു ഗണപതി നോക്കിയേ, എലിയുടെ പുറത്ത് യാത്ര ചെയ്ത എലിയുണ്ട്, മൂഷിക അങ്ങനെ എന്തോ പറയും, എനിക്ക് അറിയില്ല കേട്ടോ. ഇതിനൊക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ. പറ്റണില്ല. ഇത് 3000 സംതിങ് ഒക്കെ വരും കേട്ടോ ഈ ഒരു വിഗ്രഹത്തിന്. നല്ല ഭംഗിയുണ്ടല്ലേ, കുറച്ച് മെലിഞ്ഞ ഗണപതിനെ പോലെ. വയറൊക്കെ നോക്കിയേ, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്, നല്ല ക്യൂട്ടല്ലേ. കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്, ഗ്രീനും റെഡും. ബാക്ക് കണ്ടോ, എല്ലാം ഭയങ്കര ഇതായിട്ടാണ് കേട്ടോ കൊടുത്തേക്കണത്. അപ്പം നിങ്ങൾക്ക് ഏത് ഗണപതിനെ ഞാൻ കാണിച്ചതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗണപതിയുടെ ഒരു വർക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഗണപതിയുടെ വർക്കിലാണ് കുറച്ചും കൂടെ ആൾക്കാർ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട്, അതെങ്ങനെ വന്നാലും നമുക്ക് മനസ്സിലാവും ഗണപതിയാണെന്നുള്ളത് അല്ലേ സേതുട്ടാ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു മുഖം മാത്രം മതി നമുക്ക് ഗണപതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇത് നോക്കി, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു വിഗ്രഹം? ഇതൊരു വെറൈറ്റി അല്ലേ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ. ഞാൻ ഗണപതിയുടെ തന്നെ വിഗ്രഹം കണ്ടിട്ട് ഏതെടുക്കണം, ഫുള്ള് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. ഇനി വേറൊരു ഗണപതിനെ കാണിച്ചു തരാം, തലപ്പാവൊക്കെ കെട്ടിയ ഗണപതിയാണ്. ഇനി എന്തെങ്കിലും പറയോ എന്ന് എനിക്കറിയില്ല. ഇത് നോക്കിയേ, ഈ ഒരു ഗണപതി നോക്കിയേ, ഇത് കണ്ടില്ല, നല്ല വണ്ണമുള്ള ഗണപതിയാ. വെറൈറ്റി ആയിട്ടുള്ള ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഏതാ ചെയ്തിട്ട് എടുക്കണ്ട്? ഇത് ഇട്ടാലോ? ദുർഗാദേവിയാണ് ഇട്ടത്. ഇതെന്താ? കുബേരൻ. ഇതാണ് കുബേർ കുഞ്ചു. പക്ഷെ ഇതിൽ ക്ഷീണമല്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു കുബേരനെ കണ്ടിട്ടുണ്ടോ? ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഇങ്ങനത്തെ വാങ്ങിയിട്ട് പോയിക്കോട്ടെ. എന്നാണ് കുബേരൻ. ഇത് കണ്ടില്ലേ, നരസിംഹമൂർത്തി. അതിന്റെ കുഞ്ഞിതാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിക്കുന്ന ദേവനോ ദേവിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. നമുക്ക് ഇനി കുറച്ച് ദേവിമാരെ കണ്ടാലോ? ഇപ്പൊ ദേവി കണ്ടില്ലേ, സരസ്വതി ദേവി. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് സരസ്വതി ദേവിയുടെ വേറൊരു എന്താ പറയുക വിഗ്രഹം കൂടി കാണാം. കണ്ടില്ലേ, എല്ലാത്തിനും പല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും ഒറിജിനൽ കുബേരൻ. കണ്ടാ? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം ഇനി എന്താ പറയുക, ഗിഫ്റ്റൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ കുബേരനെ മേടിച്ചിട്ടുണ്ടോ? കാരണം വീട്ടിലേക്ക് ഭയങ്കര എന്താ സമ്പത്തൊക്കെ കുബേരനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നല്ലേ പറയാം. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട്. കാലൊക്കെ വെച്ചേക്കണ നോക്കിയ കുബേരൻ നല്ല രസമുണ്ട്. ഈ കുബേര വിഗ്രഹം പഞ്ചലോഹമാണ് കേട്ടോ. പഞ്ചലോഹത്തിലാണെന്ന് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് വരുള്ളൂ. ഇതാണ് ലക്ഷ്മി ദേവി കേട്ടോ. നമ്മൾ സരസ്വതി ദേവിയുടെ 2-3 വിഗ്രഹം കണ്ടു. ഇതാണ് നമ്മുടെ ലക്ഷ്മി ദേവി. അപ്പം ഇത് നോക്കിയേ, ഇത് കണ്ടപ്പോഴാണ് കേട്ടോ എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായി. ടീച്ചറിൻ്റെ വീട്ടിൽ ഇങ്ങനെ TV വെക്കണ സ്റ്റാൻഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ അങ്ങനെയാണല്ലേ ഷോക്കേസിലും. അപ്പം എനിക്കിത് കണ്ടപ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇവിടെ ഇല്ലേ ഒരുപാട് വിളക്കുകളുണ്ട് കേട്ടോ. അത് നല്ല ഷേപ്പിലുള്ള നല്ല ഉരുണ്ട വിളക്കുകൾ. കുഞ്ഞിതാണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് വേറെ ചില ആളുകൾക്ക് എന്താ പറയാ, വിളക്കൊക്കെ കത്തിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വേണം തിരിയിടാനായിട്ട്. അങ്ങനെ അതാണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുള്ള വിളക്കാണ് കേട്ടോ.
കുഞ്ഞു കുഞ്ഞു വിളക്കുകളും നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള വിളക്കുകളാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. 330 രൂപ കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ നമ്മൾ ശരിക്കും വിളക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ വിളക്കിനൊരു ഭംഗിയും കൂടി ഉണ്ട്. ചില വിളക്ക് കണ്ടാൽ നമുക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നിയില്ല. ഇത് നല്ല ഇങ്ങനെ ഇരിക്കണ വിളക്കാവണം, ഉരുണ്ടിരിക്കണം. അടിപൊളിയല്ലേ? ഇത് നോക്കിയേ, ഇവിടെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഇത് അത്ര ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗണപതിയും ഉണ്ണിക്കണ്ണനും അങ്ങനെ എല്ലാം ഉണ്ട്. ഈ ഗണപതി നോക്കിയേ പലതരത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓ എൻ്റെ പൊന്ന്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ആ വലിയ ഉണ്ണിക്കണ്ണനൊക്കെ ഇത് നോക്കിയേ. ഈ കൃഷ്ണൻ്റെ പ്രത്യേകത എന്ന് നോക്കിയേ, തലയിൽ നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്ത് രസാ. ദേ വേറൊരു ഉണ്ണിക്കണ്ണൻ, ഒരു കുട്ടിത്തം മാറാത്ത ഉണ്ണിക്കണ്ണൻ, ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ മുഖം എനിക്ക് തോന്നുന്നത്. ഓടക്കുഴലില്ലല്ലോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ബ്ലാക്ക് ആൻറ്റിക്കാണ് കേട്ടോ. അതാണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് നോക്കിയേ. ഇത് നല്ല രസമില്ലേ? കുഞ്ഞു പശു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ ചില ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആ എന്താണെങ്കിലും കിടാവ് എടുക്കാൻ പറ്റൂലേ തൊട്ടാ. എടുക്കാൻ പറ്റില്ലേ കയ്യില്? ഇത് നോക്കിയേ, കൃഷ്ണന് രാധ. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് അന്വേഷിച്ചെടുക്കരുത് കേട്ടോ. ഇതാണ് ചിലപ്പോൾ മിക്ക ആൾക്കാരും കല്യാണങ്ങൾക്കൊക്കെ കൊടുക്കണത്. നല്ല വെയിറ്റ് ആണ് കേട്ടാ. നല്ല ഭംഗി. നോക്കിയ രാധയുടെ മുടിയൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് രസമല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര കളർഫുള്ളാണ് കേട്ടാ. അതുപോലെ കണ്ണൊക്കെ നോക്കിയേ, പുരികം അധികം പിടിക്കാൻ പറ്റണല്ലോ കേട്ടോ കഴിയാനായിട്ട്. ഇവിടെ ഇരിക്കണം നോക്കിയേ, കുറച്ച് തൂക്ക് വിളക്ക്. ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് തൂക്ക് വിളക്കുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസിനൊക്കെ പറ്റിയ വെയിറ്റ് വിളക്ക്, ക്രിസ്ത്യൻസിനൊക്കെ പറ്റിയ വിളക്കുകളാണ്. പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ മെഴുകുതിരി വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത്രയും വിഗ്രഹങ്ങൾ കണ്ടില്ലേ? ഇതാ നമ്മുടെ യേശു. അപ്പം അതേ 2 മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ളതല്ലേ. ഇത് നോക്കിയേ, ആമയുടെ വേറൊരു ടൈപ്പ് വിളക്ക്. ഇതെന്താണ് ഇങ്ങനെ ഇവിടെ? നാഗം. ആമ വിളക്കെന്നും പറയും, വാസ്തു വിളക്കെന്നും പറയും കേട്ടോ. അത് നാഗമാണ്. നമ്മുടെ വീട്ടിൽ വെക്കില്ല. വാസ്തുദോഷം മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ കത്തിക്കണതാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ ഈ വിളക്കാണ് മേടിച്ചുകൊണ്ട് പോകേണ്ടത്. ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ ആമയുടെ ഫേസും ബാക്കിലാണ് നാഗത്തിന്റെ ആ ഒരു ഇതും കൂടെ വന്നത്. കണ്ട ദോഷം, വാസ്തുദോഷം മാറാനായിട്ടാണ് കേട്ടോ നമ്മളിത് കത്തിക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ആമയുടെ ഫേസ് ഇവിടെയും. പക്ഷെ അവര് പറയണ അങ്ങനെയല്ല, രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ വരുള്ളൂ. അവരിത് റെഡിയാക്കി കൊടുക്കും. കണ്ട ഇങ്ങനെയാണ് കറക്റ്റ്, ഇങ്ങനെ തന്നെയായിട്ട് ഇരിക്കുള്ളൂ രണ്ടും. അപ്പൊ വാസ്തുദോഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാങ്ങി കത്തിച്ചാൽ മതി. ചെറിയ പീഠം, നമുക്കിങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചെറുത്. അപ്പൊ നമുക്ക് ശിവന്റെ ഫാമിലിനൊന്ന് പരിചയപ്പെട്ടാലോ. ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ, ഇതും കൂടെ വെച്ചു. ഇപ്പൊ ഫാമിലി ആയിട്ട് മേടിക്കണമെങ്കിൽ ഇതുപോലെ വാങ്ങിക്കൊണ്ടുപോയാൽ മതി. അപ്പൊ എല്ലാ ദൈവങ്ങളും അടുത്തുണ്ടാവും. അപ്പൊ അത് ഇനാമൽ സ്റ്റോൺ വർക്കുള്ള ഒരു ഗണപതി. നമ്മൾ ഇത്രയും വലിയ ഗണപതി കണ്ടായിരുന്നോ നേരത്തെ? ഇല്ലല്ലോ. ഇത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? നിങ്ങളൊന്ന് ഞെട്ടാൻ റെഡി ആയിക്കോട്ടോ. ഇതുപോലത്തെ എന്താ പറയുക, ദുർഗാ വിഗ്രഹം ഭയങ്കര റയറാണെന്നാണ് പറയണത്. ഇതെനിക്കെടുത്ത് പൊക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 40 കിലോ ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇങ്ങനെ ഈ ഒരു ദുർഗയ്ക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്രയും ഐശ്വര്യമുള്ള ദുർഗാദേവിനെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഒറ്റ നോട്ടത്തിൽ ഇതാ ഒരു പട്ട് സാരി ഉടുത്ത് പോലെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. അതായത് ഗ്രീന്, റെഡ് അങ്ങനെയൊക്കെ വന്നതാണ്. പിന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. മൂക്കും കണ്ണും പിന്നെ ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗിയാണ് ഇതിൽ ദുർഗാദേവിനെ കാണാനായിട്ട്. ഉണ്ണിയേശുവും കുടുംബവും
അപ്പോൾ ഇത് നോക്കിയേ, ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫിനിഷിങ് വർക്കൊക്കെ ഇട്ടെന്ന് ഇങ്ങനെ മുഴച്ച് നിൽക്കുക അങ്ങനെയൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് 7 കിലോനുണ്ട് കേട്ടോ. ഇത് കൈവേരെടുത്തൊക്കെ പറ്റാണല്ലോ. ഇത് ഉണ്ണേഷും ഫാമിലി അതുപോലെ തന്നെ. അപ്പം ഇത് അടുത്തൊരു രൂപമാണ് കേട്ടോ, ജീസസിൻ്റെ ഫാമിലിയാണ്. ഇത് കണ്ടില്ലേ, വേറൊരു രൂപമാണ് മേരിയും ഉണ്ണേഷും. ജീസസിൻ്റെ വേറൊരു രൂപമാണ് കേട്ടോ. മെഴുകുതിരിയൊക്കെ ഇവിടെ വെക്കാം, നടയിലൊക്കെ വെക്കാം ഈ പ്രാർത്ഥിക്കണ സമയത്തൊക്കെ. ഇത് നോക്കിയേ, ഗണപതി ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് ബുക്ക് വായിക്കണേ കേട്ടോ. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഒരു ഭയങ്കര എന്താ പറയുക, സമാധാനത്തിൽ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ്. ഇത് നോക്കിയേ, നമ്മുടെ ഗുരുദേവ വിഗ്രഹം നോക്കിയേ, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അത് കണ്ടോ, കണ്ണും മൂക്കും ചെവിയും. ഞാൻ ഒരു പീസ് ഉണ്ടപ്പോൾ വേഗം എടുത്തു നോക്കിയതാണ് കേട്ടോ, പെട്ടെന്ന് കണ്ണിപ്പെട്ടതാണ്. ഇത് നോക്കിയേ, ആദിയോഗി വിഗ്രഹം. ശിവന്റെ വേറൊരു വിഗ്രഹം നോക്കിയേ, കണ്ട. ഇത് ശിവന്റെ മറ്റൊരു വിഗ്രഹം. എല്ലാത്തിനും കുറച്ചായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഈ പറയണ പോലെ. ഇത് അനന്തശയനം, വെണ്ണ കഴിക്കണ ഉണ്ണിക്കണ്ണ ആണോ? ആ, ഇതിന്റെ പേരാണ് കേട്ടോ, ലക്കി എലിഫന്റ്. വീട്ടിൽ കൊണ്ടുവച്ചാ ഫുള്ള് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആണ്, കറക്റ്റാണ്, ലക്കി എലിഫന്റ്. അപ്പൊ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം, നല്ല രസമുണ്ടല്ലേ. ഇതാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ. ഭയങ്കര റെയറാണ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. പഞ്ചലോക വിഗ്രഹമാണ് കേട്ടോ അയ്യപ്പൻ്റെ. ഇത് ഭയങ്കര റെയർ പീസാണെന്നാണ് പറയണത്, വേറെ ഒരു ഷോപ്പിലും കിട്ടില്ല എന്നാണ് കേട്ടോ പറയണത്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് കേട്ടോ അതേ വർക്കൊക്കെ. അതേ നോക്കിയേ, ഓരോന്നും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും, ഡീറ്റെയിൽഡ് ആയിട്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ധന്വന്തിരിയുടെ വിഗ്രഹം? ഭയങ്കര റെയറാണ് കേട്ടോ, അതിവിടെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ഈ വിഗ്രഹം അന്വേഷിച്ച് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് കേട്ടോ നരസിംഹമൂർത്തിയുടെ വിഗ്രഹം. നോക്കിയേ, ഇത് ലൈഫ് ഓഫ് ട്രീ ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഫാമിലി ട്രീ എന്നും പറയാം. ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണ് അല്ലേ? എത്ര കിലോ ഉണ്ടാവും അറിയില്ല. ഇത് എന്താ പറയാ, കേരളത്തിൽ ഇത്രയും വലിയൊരു നടരാജ വിഗ്രഹം കിട്ടില്ല എന്നാണ് കേട്ടോ പറയാ. ഇന്നലെ വന്നത് നമ്മളാണ് ഫസ്റ്റ് കാണുന്നത്. 40 കിലോനാണ് കേട്ടോ ഈ വിഗ്രഹത്തിന്റെ വെയിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവനോ ഒന്നും കൂടെ. അപ്പൊ ദേ ഒരുപാട് വെറൈറ്റി വിഗ്രഹങ്ങൾ കാണിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവനോ ദേവിയോ എന്ത് മേടിക്കണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളൂ. ഫുൾ ടൈം ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ഫെസ്റ്റിവൽ ഒന്നും നോക്കണ്ട, ഫെസ്റ്റിവൽ വന്നാൽ അപ്പോഴും നമുക്ക് വേറെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് വാങ്ങാനല്ലേ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്, ഇത് വാങ്ങണോ ഇത് വാങ്ങണോ. നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഗണപതി ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനിലായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഏതാ എടുക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല, കാരണം കൊടുക്കുന്ന ആൾക്കൊരു സർപ്രൈസ് ആവണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഈ ഷോപ്പ് വന്നിട്ട് പാലാരിവട്ടത്താണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ബൈ.